ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. വചനം മാംസം ധരിച്ച കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവവചനം കൊണ്ട് പ്രകാശിപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരം ഞങ്ങളിലേക്ക്, അവിടുത്തെ വചനം ശ്രവിക്കുന്ന എല്ലാവരിലേക്കും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിർത്തുന്നത് ഈ അസ്ഥികൾ ചിതറിക്കിടക്കുന്ന താഴ്വരയിലാണ്. അവിടെ 37-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മനുഷ്യജീവിതങ്ങൾ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതം, ഉണങ്ങി വരണ്ടു പോകുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ പലപ്പോഴായി കണ്ടുമുട്ടാറുണ്ട്. ഉണങ്ങി വരണ്ട ജീവിതങ്ങൾ പല കാരണങ്ങളാൽ, ചിലപ്പോൾ ചില ഇല്ലായ്മകളാൽ, അല്ലെങ്കിൽ ചില ജീവിത പ്രതിസന്ധികളാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ചില നിഷേധാത്മകമായിട്ടുള്ള പെരുമാറ്റങ്ങളാൽ ഉണങ്ങി വരണ്ട് ജീവിക്കുന്ന ധാരാളം മനുഷ്യരെ നമ്മൾ ചുറ്റും കണ്ടുമുട്ടുന്നു. ഇവിടെ ഈ ഉണങ്ങി വരണ്ട അസ്ഥികളുടെ മുൻപിൽ കൊണ്ട് അവയുടെ ചുറ്റും പ്രവാചകനെ നടത്തിയിട്ട് ദൈവമായ കർത്താവ് പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. ഉണങ്ങി വരേണ്ട ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം നമ്മുടെ നേരെ കൂടിയാണ്. ഉണങ്ങി വരേണ്ട ജീവിതങ്ങൾക്ക് എന്നാണ് ഒരു ജീവിതമുണ്ടാവുക, ജീവൻ ഉണ്ടാവുക? ഈ ഉണങ്ങി വരേണ്ട മനുഷ്യർ ജീവിച്ചാൽ മതിയോ? ആത്മീയ ജീവിതത്തിനൊരു ആനന്ദം വേണ്ടേ? ആത്മീയ ജീവിതത്തിനൊരു പ്രസരിപ്പ് വേണ്ടേ? ആത്മീയ ജീവിതത്തിനൊരു തുള്ളിച്ചാട്ടം വേണ്ടേ? ശരിക്കും ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ആനന്ദത്തോടെയുള്ള, സന്തോഷത്തോടെയുള്ള, ദൈവത്തിൻ്റെ കൈപിടിച്ച് ആനന്ദത്തോടെയുള്ള ജീവിതത്തെയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതം ഒരിക്കലും ഉണങ്ങി വരേണ്ട ജീവിതമല്ല. 37-ാം അധ്യായത്തിൻ്റെ ഈ അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യം 3-ാമത്തെ വാക്യത്തിലാണ് ചോദിച്ചത്: മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ശരിക്കും ദൈവത്തിൻ്റെ ഒരു കൊതിയായിട്ടാണ് നമുക്ക് തോന്നേണ്ടത്. ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? അതോ ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുകയുള്ളോ? ഈ അസ്ഥികൾ ജീവിക്കണ്ടേ? 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്തു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. അടുത്തത്, നിങ്ങൾ ജീവിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അസ്ഥികൾ ജീവിക്കണമെങ്കിൽ ദൈവം ഇവരുടെ മേൽ ഈ പ്രാണൻ നിവേശിപ്പിക്കണം. നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കൊന്ന് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. ഈ പരിശുദ്ധാത്മാവ് എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? ആ വ്യക്തിയെ ജീവനുള്ളവനാക്കും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒക്കെയുള്ള അർത്ഥം എന്തെന്ന് ഒരൊറ്റ വാക്യത്തിൽ ആറ്റിക്കുറുക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് വളരെ പരിചിതമായ വാക്യം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം: ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ പീഡയനുഭവിച്ചത്, ഞാൻ കുരിശിൽ മരിച്ചത്, ഞാൻ ഉത്ഥാനം ചെയ്തത്, ഞാൻ ഇന്നും ജീവിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. അബണ്ടൻ്റ് ലൈഫ്, സമൃദ്ധമായ ജീവൻ. പ്രിയപ്പെട്ടവർ, ഈ അർത്ഥത്തിൽ വേണം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തെ നോക്കിക്കാണാൻ.
എന്താണ് 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ അവർ ലോർഡ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ആത്മീയ ജീവിതം ഒരു ആനന്ദത്തിൻ്റെ ജീവിതമാണ്. ആത്മീയ ജീവിതം ഒരു പ്രസരിപ്പിൻ്റെ ജീവിതമാണ്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. അതാ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രസരിപ്പ് ആത്മീയ ജീവിതത്തിന് അനിവാര്യമാണ്. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ വിടവാങ്ങൽ സന്ദേശം ഒക്കെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സമയത്താണ് 16-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങൾ വീണ്ടും എന്നെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് ഒരിക്കലും എടുത്ത് കളയുകയില്ല. നിങ്ങളുടെ ആ സന്തോഷം. അപ്പോൾ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഉണങ്ങി വരണ്ട ജീവിതം അല്ല. എന്നെ ആർക്കും ഇഷ്ടമല്ല, എനിക്കൊരു വിലയില്ല, എന്നോടെല്ലാവർക്കും വെറുപ്പാണ്, ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനവും ഇല്ല, ഞാൻ മടുത്തു. ഇങ്ങനെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഉണങ്ങി വരണ്ട ജീവിതം അല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവായ ഈശോയാണ്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, വീണ്ടും നിങ്ങൾ എന്നെ കാണും, ഉദ്ധിതനായ എന്നെ നിങ്ങൾ വീണ്ടും കാണും, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം എന്തായിരിക്കണം? നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം നമ്മുടെ ഭൗതിക അവസ്ഥകളല്ല. എനിക്ക് വീടുള്ളതല്ല എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം, എനിക്ക് ജോലിയുള്ളതല്ല എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ എനിക്ക് ധനമുള്ളതല്ല എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. ഇനി എൻ്റെ സന്തോഷത്തെ കുറവിൻ്റെ കാരണവും അതാവരുത്. ഇവിടെ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്. അതാ വിടവാങ്ങൽ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതാണല്ലോ, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ വീണ്ടും നിങ്ങൾ എന്നെ കാണും. അതായത് ഉത്ഥിതനായ എന്നെ നിങ്ങൾ വീണ്ടും കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം പിന്നെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരും എടുത്തു മാറ്റുകയില്ല. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് ഉത്ഥാനം ചെയ്തു എന്നതാണ്. നമ്മുടെ പ്രസരിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് ഉത്ഥാനം ചെയ്തു എന്നതാണ്. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന അവബോധം. പ്രസരിപ്പിൻ്റെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. നമ്മൾ നടപടി പുസ്തകത്തിൽ, അതായത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാരുടെ ജീവിതവും അതേ തുടർന്ന് രൂപം കൊണ്ട ആദിമ സഭയുടെ ജീവിതവും പരിശോധിക്കുമ്പോൾ ഈ പ്രസരിപ്പ് അവരുടെ ജീവിതത്തിൽ കാണാം. പ്രസരിപ്പ്, ഈ ആഹ്ലാദം അവരുടെ ജീവിതത്തിൽ കാണാം. സഭയുടെ ജീവിതത്തിൽ ഈ ആഹ്ലാദം ഉണ്ടായിരുന്നു. നോക്കുക, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം 2-ാം അധ്യായത്തിലാണല്ലോ പന്തക്കുസ്തായെക്കുറിച്ച് പറയുന്നത്. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു എന്നും കൊടുങ്കാറ്റടിക്കുന്ന സ്വരത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്നൊക്കെ പറയുന്നത് 2-ാം അധ്യായത്തിലാണ്. എന്നിട്ട് പിന്നീട് തുടർന്ന് നമ്മളിങ്ങോട്ട് കാണുന്നത് ആഹ്ലാദഭരിതരായ ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താ? പ്രിയപ്പെട്ടവരെ, ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ്, ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ജീവൻ പരിശുദ്ധാത്മാവ്, ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അതവരെ ഒരിക്കലും കെടാത്ത ആനന്ദത്തിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം, എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, അവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ്. ലഹരി. അവർക്ക് തോന്നി, കണ്ടു നിന്നവർക്ക് തോന്നി ഇവർ മദ്യപിച്ച് ലഹരി പിടിച്ചവരാണെന്ന്. പക്ഷെ അവർക്കറിയില്ലല്ലോ ഇവരുടെ ലഹരി, ഇവർ ഉത്ഥിതനായ കർത്താവിനെ ദർശിച്ചു എന്നതാണ് ഇവരുടെ ലഹരി.
പ്രിയപ്പെട്ടവരെ, ആ ലഹരി, ആ ഉത്ഥാനം ചെയ്ത കർത്താവ് അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ നൽകിയ ലഹരി പിന്നീട് മരണം വരെ അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ലഹരി എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഈ ലഹരിയുടെ ജീവിതത്തിലേക്ക് മനുഷ്യർ കടന്നു വരണമെന്നുള്ള ആഹ്വാനവുമായിട്ടാണ്. ലഹരി നഷ്ടപ്പെട്ട ജീവിതങ്ങൾ ആത്മാവ് നഷ്ടപ്പെട്ട ജീവിതങ്ങളാണ്. ലഹരി നഷ്ടപ്പെട്ട ജീവിതങ്ങൾ ക്രിസ്തു നഷ്ടപ്പെട്ട ജീവിതങ്ങളാണ്. കാരണം ക്രിസ്തു, ഉദ്ധിതനായ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയിൽ ആദ്യം ജനിക്കേണ്ടത് ആനന്ദമാണെന്ന് നമ്മളെ പഠിപ്പിച്ചത് സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ച 22-ാമത്തെ വാക്യമാണ്. വീണ്ടും നിങ്ങൾ എന്നെ കാണും, ഉദ്ധിതനായ എന്നെ നിങ്ങൾ വീണ്ടും കാണും, അന്ന് നിങ്ങൾ സന്തോഷിക്കും. ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ആ ലഹരി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. സന്ദർഭം നമുക്കറിയാം. കാനായിലെ കല്യാണ വീട്ടിൽ ലഹരി തീർന്നുപോയി, വീഞ്ഞ് തീർന്നുപോയി, ലഹരി തീർന്നുപോയി. പ്രിയപ്പെട്ടവരെ, അവിടെ വീണ്ടും ലഹരി ഉണ്ടാക്കുകയാണ് കർത്താവ്. ജീവിതങ്ങൾക്ക് ലഹരി, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ ലഹരി നൽകുന്നവൻ കർത്താവായ ഈശോയാണ്. എന്നിട്ട് ഈ വെള്ളം വീഞ്ഞാക്കിയിട്ട് ഇതുകൊണ്ട് കലവറ പ്രമാണിയുടെ അടുക്കൽ കൊണ്ട് പരിചാരകർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കലവറ പ്രമാണി ഈ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയിട്ട് കെട്ടാൻ പോണ ചെറുക്കനെ വിളിച്ച് അവൻ്റെ കാതുകളിൽ ഒരു മന്ത്രം നടത്തുന്നുണ്ട്. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ്, ലഹരിയുള്ള വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ്, ലഹരിയുള്ള വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഇപ്പോഴും നിന്റെ ജീവിതത്തിൻ്റെ ലഹരി പോയിട്ടില്ലല്ലോ. ഇപ്പോഴും നിന്റെ ജീവിതത്തിൻ്റെ ആനന്ദം കെട്ടുപോയിട്ടില്ലല്ലോ. ഇപ്പോഴും നിന്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ കെട്ടുപോയിട്ടില്ലല്ലോ. ഇപ്പോഴും നിന്റെ ജീവിതത്തിൻ്റെ ത്രിൽ, സമാധാനം കെട്ടുപോയിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കേണ്ടത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ എൻ്റെ ലഹരി തീർന്നു പോകുന്നോ? ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് മുഴങ്ങിക്കേട്ട വാക്യം എന്താ? ലഹരിയുടെ വാക്യമാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് ലഹരിയുടെ സുവിശേഷം ആദ്യം കേൾക്കുന്നത്. അവിടെയാണ് ലഹരിയുടെ സുവിശേഷം. 10-ാം അധ്യായത്തിൽ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ദൂതൻ അവരോട് പറഞ്ഞു. അതായത് മലമടക്കുകളിൽ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ആട്ടിടയന്മാരുടെ മുമ്പിൽ ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഒരുപക്ഷെ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്ക് ഭയപ്പെടേണ്ട. ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ക്രിസ്തു ജനിക്കാൻ പോകുന്നു എന്ന സദ്വാർത്തയ്ക്ക് മുൻപ് മുഴങ്ങിക്കേട്ട വാക്ക് ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ തുടർന്ന് വരുന്ന വാക്കുകൾ എന്താ? ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇത് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. യേശു ക്രിസ്തു ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ അവൻ സ്വീകരിച്ചത് ക്രിസ്തുവിനെ അല്ല. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ വലിയ പ്രത്യാശയിലേക്കും വലിയ ആനന്ദത്തിലേക്കും നയിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചത് ക്രിസ്തുവിനെ അല്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ക്രിസ്തു എൻ്റെ ആനന്ദത്തിൻ്റെ കാരണമാകണം. ഞാൻ നിൽക്കുന്നത് തീച്ചൂളയിലാവാം, ഞാൻ നിൽക്കുന്നത് കഠിന ജീവിത പ്രശ്നങ്ങളിലാവാം. ഈ പ്രശ്നങ്ങൾക്കകത്ത് കർത്താവ് എൻ്റെ ആനന്ദത്തിൻ്റെ കാരണമായി തീരണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ
റോമാക്കാരൊക്കെ എഴുതുമ്പോഴത്തേക്കും, ലേഖനം എഴുതുമ്പോൾ റോമായിലെ സഭയെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പീഡനങ്ങളുണ്ടാവാം, ഞെരുക്കങ്ങളുണ്ടാവാം, പട്ടിണി ഉണ്ടാവാം, ദാരിദ്ര്യമുണ്ടാവാം, ആപത്തുണ്ടാവാം, വാളുണ്ടാവാം. ഇതൊക്കെ ഉണ്ടാവാം, സ്വാഭാവികവും സാധാരണവുമാണ്. പ്രതിസന്ധികളില്ലാത്ത ജീവിതം എവിടെയാണ്? പൗലോസ്ലീഹ റോമാക്കാരോട് പറയുന്നത്, റോമായിലെ സഭയോട് പറയുന്ന ഒരു കാര്യമാണ്. 8:35, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരാപ്തവാക്യമാകണം അത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആനന്ദത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ പറ്റും? എന്നിട്ട് പൗലോസ്ലീഹ ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്: ക്ലേശമോ, ദുരിതമോ, ക്ലേശങ്ങൾക്ക് പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ നിരവധി ക്ലേശങ്ങൾ വരുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ആനന്ദം, ക്രിസ്തുവിൻ്റെ സമാധാനം എന്നിൽ കെട്ടുപോകുമോ? പോവരുത്. കാരണം ആരും നിങ്ങളിൽ നിന്ന് അത് എടുത്തു കളയരുത്. അതാണ് ഈശോയുടെ ആഗ്രഹം. ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞ അതാണ്: നിങ്ങൾ വീണ്ടും എന്നെ കാണും, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. പിന്നീട് ആരും നിങ്ങളിൽ നിന്ന് അതെടുത്തു കളയരുത്. ഇന്ന് നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ ആനന്ദത്തെ ആരെങ്കിലും എടുത്തു കളയുന്നുണ്ടോ? ക്ലേശങ്ങൾ എടുത്തു കളയുന്നുണ്ടോ? മടുത്തു, എത്ര നാളായി ഞാൻ സഹിക്കണു, മടുത്തു, എന്നെക്കൊണ്ട് പറ്റില്ല. അതാണോ ക്ലേശങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ? ഇവിടെ കേട്ടോ, ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ, ഇതിനൊന്നിനും എന്നിലുള്ള കർത്തൃ സ്നേഹത്തെ, എന്നിലുള്ള കർത്തൃ സന്തോഷത്തെ, എന്നിലുള്ള ഈ കർത്തൃ പ്രത്യാശയെ, എന്നിലുള്ള ഈ വീര്യത്തെ എടുത്തു കളയാൻ സാധിക്കില്ല എന്നാണ് പൗലോസ്. അത്രമാത്രം പൗലോസിൽ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ആഴപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിത പ്രതിസന്ധികളിൽ ഞാൻ തളർന്നു പോകുന്നുവെങ്കിൽ ക്രിസ്തു എനിക്ക് പുറത്തല്ലേ? കാരണം ക്രിസ്തുവിൻ്റെ ജനനത്തിൽ മുഴങ്ങിക്കേട്ട വാക്യം ഭയപ്പെടേണ്ടെന്നാണ്. ഭയപ്പെടേണ്ട. എമ്മാനുവേൽ, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. എമ്മാനുവേൽ എന്നർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ, നിന്റെ കൂടെ, നിന്റെ കരം പിടിച്ച്, നിന്റെ കൂടെ, നിന്റെ ഒപ്പം. അതുകൊണ്ടാണ് പരസ്യ ജീവിതകാലത്ത് കർത്താവ് സകല മനുഷ്യരുടെയും ഒപ്പമായി തൻ്റെ പരസ്യ ജീവിതകാലത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആരുടെ ഒപ്പമാണ് കർത്താവ് അല്ലാതിരുന്നത്? ആരുടെ ഒപ്പമാണ് കർത്താവ് അല്ലാതിരുന്നത്? തൻ്റെ പരസ്യ ജീവിതകാലത്ത് കർത്താവ് ആരുടെ കൂടെയാണ് സഞ്ചരിക്കാത്തത്? പാപികളുടെ കൂടെ സഞ്ചരിച്ചിട്ടില്ലേ? രോഗികളുടെ കൂടെ സഞ്ചരിച്ചില്ലേ? സമൂഹത്തിൻ്റെ വരമ്പിൽ താമസിക്കുന്നവരുടെ കൂടെ സഞ്ചരിച്ചില്ലേ? ആരുടെ കൂടെയാണ് അവൻ സഞ്ചരിക്കാതിരുന്നത്? ധനവാന്റെ കൂടെ സഞ്ചരിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അത് എന്നെ ഭാരപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും അടിമത്തത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതുന്ന ഈ ലേഖന ഭാഗത്തുകൂടിയാണ്. അവിടെയും എൻ്റെ സമാധാനം, ക്രിസ്തുവിലുള്ള എൻ്റെ സമാധാനം നഷ്ടപ്പെടരുത്, വീര്യം നഷ്ടപ്പെടരുത്. ക്രിസ്തുവിലുള്ള എൻ്റെ സാന്ത്വനം, എൻ്റെ ആശ്വാസം നഷ്ടപ്പെടരുത്, വീര്യം നഷ്ടപ്പെടരുത്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ ക്രിസ്തു എന്നിൽ നിന്ന് പുറത്താകും. നോക്കൂ, ക്രിസ്തു എനിക്ക് പുറത്താണോ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ സഹായകരമാകുന്ന വചനമാണിത്. എനിക്ക് പുറത്താണോ ക്രിസ്തു? കൂടെയായിരിക്കാൻ വേണ്ടി വന്നവൻ, കൂടെ ജീവിക്കാൻ വേണ്ടി വന്നവൻ, എമ്മാനുവേലാകാൻ വന്നവൻ എനിക്ക് പുറത്താണോ ഇപ്പോഴും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉണങ്ങി വരണ്ട ജീവിതങ്ങൾ അത് ക്രൈസ്തവമല്ല. ഉണങ്ങി വരണ്ട ജീവിതങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതങ്ങളല്ല. പകരം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ
നിറഞ്ഞ ജീവിതങ്ങളാണ് നമുക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യം. 36 വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, റോമാലേഖനം 8:36 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു. ഞങ്ങൾ കൊല്ലാക്കൊല ചെയ്യപ്പെടുന്നു, ഞങ്ങൾ അപമാനിക്കപ്പെടുന്നു, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. നിന്നെ പ്രതി ദിവസവും ഞങ്ങൾക്ക് കഷ്ടതകളും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കഷ്ടകാലവും ഒക്കെയാണ്. എന്നിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയാമോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം ഞങ്ങൾ പൂർണ്ണ വിജയം കൈവരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഇതൊക്കെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഈ പൗലോസ് അപ്പോസ്തലനും കൂട്ടരും അനുഭവിച്ചവരാണ്. പക്ഷെ പൗലോസ് പറഞ്ഞത് കേട്ടോ, ഞങ്ങൾക്ക് ദിവസം തോറും പ്രശ്നങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, അവഹേളനമുണ്ട്, അടിയുണ്ട്, എല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങളെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം ഞങ്ങൾ പൂർണ്ണ വിജയം കൈവരിക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നു. ഇതൊന്നും ഞങ്ങളുടെ ആനന്ദത്തെ കെടുത്തുന്നില്ല, ഇതൊന്നും ഞങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നില്ല, ഇതൊന്നും ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തുന്നില്ല. അയ്യോ, ഞങ്ങൾക്ക് ദൈവത്തിനും വേണ്ട ഞങ്ങളെ, മനുഷ്യർക്കും വേണ്ട ഞങ്ങളെ, ഞങ്ങൾ നികൃഷ്ടരാണ്, ഞങ്ങൾ കൊള്ളരുതാത്തവരാണ്, ഞങ്ങൾക്ക് ഈ അടി മാത്രമേ ഉള്ളൂ, ഞങ്ങളെ ഒരുത്തനും മൈൻഡ് ചെയ്യുന്നില്ല, ഈ പ്രസംഗമൊക്കെ നടത്തിയിട്ട് ഞങ്ങൾക്കൊരു വിലയില്ല, ഞങ്ങൾക്കൊരു ഉയർച്ചയില്ല, ഞങ്ങൾക്കൊരു വളർച്ചയും ഇല്ല. ഇങ്ങനെയുള്ള ഒന്നുമല്ല പൗലോസ്. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ മുകളിൽ ഈ അടി കിട്ടുമ്പോഴും, നഗ്നരാക്കപ്പെടുമ്പോഴും, അവഹേളനം കിട്ടുമ്പോഴും ഞങ്ങൾ ഇതിനെല്ലാം വിജയം വരിക്കുന്നു. ഞങ്ങൾ ഇവയിലെല്ലാം പൂർണ്ണ വിജയം കൈവരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എസെക്കിയേൽ പ്രവാചകൻ കണ്ട ദർശനം പോലെ ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് സമാനമാണെങ്കിൽ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിമത്തത്തിൽപ്പെട്ട് നിരാശ, പ്രത്യാശയില്ലായ്മ, സങ്കടം, ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എഴഞ്ഞ് വലിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകനോട് പറഞ്ഞത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഉയർത്തെഴുന്നേൽക്കുവോ? ഈ അസ്ഥികൾ ജീവിക്കുവോ? എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവരോട് വചനം പ്രസംഗിക്കും, ഇവരുടെ മേൽ പ്രാണൻ നിവേശിപ്പിക്കും, ഇവർ ജീവിക്കും. ജീവിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കണം. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് എങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വീര്യം നഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കരുത്. പ്രത്യാശ നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കരുത്. എൻ്റെ കർത്താവിൻ്റെ കൈക്ക് പിടിച്ച്, എൻ്റെ കർത്താവ് എമ്മാനുവൽ, അവൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, അവൻ കൂടെയുണ്ട്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, കർത്താവ് കൂടെയുണ്ട്. ഈ കർത്താവിൻ്റെ കൈക്ക് പിടിച്ച് ജീവിതത്തെ ലഹരിമയമാക്കാൻ, ജീവിതത്തിൻ്റെ ലഹരി അത് യുവത്വത്തിലെന്നല്ല, ടീനേജ് പ്രായത്തിലെന്നല്ല, വാർദ്ധക്യത്തിലും മരണക്കിടക്കയിലും ജീവിതത്തിൻ്റെ ലഹരി നഷ്ടപ്പെടാതെ മരിക്കാൻ പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും ആദിമസഭയിലെ മനുഷ്യരും മരിച്ചതുപോലെ മരണത്തിൽ പോലും ലഹരി നഷ്ടപ്പെടാതെ മരിക്കാനുള്ള കൃപാവരം, രോഗക്കിടക്കയിൽ ലഹരി നഷ്ടപ്പെടാതെ രോഗത്തെ അഭിമുഖീകരിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ലഹരി പിടിപ്പിക്കണമേ എന്ന്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലഹരി നഷ്ടപ്പെട്ടു പോയെങ്കിൽ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം വീണ്ടും ലഹരിയുള്ളതാവാൻ, ഒന്നിനും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധികൾക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആനന്ദത്തെയും ആഹ്ലാദത്തെയും പ്രസരിപ്പിനെയും കെടുത്തിക്കളയാതെ ഒന്നിനും ഇടയാവരുത് കർത്താവെ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ പ്രസരിപ്പുള്ളവരാവാനാണല്ലോ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ പ്രസരിപ്പുള്ളവരാവാൻ വേണ്ടി മാതാവ് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.